നമസ്കാരം, എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇട്ടിട്ട് കുറച്ച് ദിവസങ്ങളായി. നോമ്പും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് കുറച്ച് തിരക്കിലായി. നോമ്പൊക്കെ കഴിഞ്ഞിട്ട് വീഡിയോ ഇടാമെന്ന് വിചാരിച്ച് ഇന്നപ്പോൾ എനിക്ക് സ്കൂളിൽ എക്സാമും ആയി. അതുകൊണ്ടാണ് കുറച്ച് ലേറ്റ് ആയത് വീഡിയോ ഇടാൻ. അന്ന് ഞാൻ സ്കേറ്റിങ്ങിൻ്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ, അതിൻ്റെ തുടർച്ചയായിട്ടുള്ള വീഡിയോ ആണ് ഇന്ന് ഞങ്ങൾ കാണാൻ പോകുന്നത്. അവിടെ ഞാൻ എത്തിയപ്പോൾ ഒരു സെഷൻ കഴിയാനായിട്ടുണ്ടായിരുന്നു. ഓരോ സെഷനും കഴിയുമ്പോൾ ഇതുപോലെ റിംഗ് ഇങ്ങനെ ക്ലീൻ ആക്കും. അവിടെ വരുന്ന സ്ക്രാച്ചസും കുഴികളൊക്കെ ക്ലിയർ ആക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ വെഹിക്കിൾ ഉപയോഗിച്ചിട്ട് ലെവൽ ചെയ്യുന്നത്. ഈ ലെവലിങ് കഴിഞ്ഞാൽ ഉടനെ തന്നെ അടുത്ത സെഷൻ തുടങ്ങും. ഞാനിപ്പോൾ പോവുകയാണ്. ഞാനെപ്പോഴും 9 മണിക്ക് ശേഷമുള്ള സെഷനാണ് ചൂസ് ചെയ്യാറ്. കാരണം അപ്പോൾ അധികം ആൾക്കാരൊന്നും ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ഇഷ്ടത്തിന് സ്കേറ്റ് ചെയ്യാനുള്ള സ്ഥലം ഉണ്ടാവും. എന്നെ ഹെൽപ്പ് ചെയ്യാനായിട്ട് ഒരു ലേഡി കോച്ച് ഉണ്ടായിരുന്നു. ഷാർജയിലെ ഏറ്റവും വലിയ ഐസ് റിങ്ക് ആണ് ഇത്. അവരെനിക്ക് കുറച്ച് സ്കേറ്റിംഗ് ട്രിക്സ് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. കുറച്ചൊക്കെ എനിക്ക് ചെയ്യാൻ പറ്റി. ഞാൻ കൂടാതെ വേറെ 2 പേരും കൂടി അവിടെ സ്കേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അവർക്കൊക്കെ സ്കേറ്റിങ്ങിൽ കുറച്ചും കൂടി എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട് എന്നെയാണ് കോച്ച് പ്രത്യേകം നോക്കിയത്. കഴിഞ്ഞ പ്രാവശ്യം സ്കേറ്റ് ചെയ്തപ്പോൾ എനിക്ക് കുറച്ച് പേടിയുണ്ടായിരുന്നു. പക്ഷേ ഇപ്രാവശ്യം എനിക്ക് കുറച്ചും കൂടി ഈസി ആയിട്ട് തോന്നി. ഐസ് സ്കേറ്റിങ്ങിൻ്റെ 1ാമത്തെ വീഡിയോ കാണാത്തവർക്കായിട്ട് ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലിടാം. എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യുക. ഞാൻ 2-3 വട്ടം സ്കിഡ് ചെയ്ത് വീണെങ്കിലും അപ്പോൾ ഒന്നും എനിക്ക് വേദന തോന്നിയില്ല. പിന്നെ അതിന് ശേഷം കുറച്ച് കഴിഞ്ഞപ്പോൾ ചെറുതായിട്ട് വേദന തോന്നി. എനിക്ക് വീണ് കഴിഞ്ഞാൽ പിന്നെ നീക്കണമെങ്കിൽ ഒരാളുടെ സഹായം വേണമായിരുന്നു. അവിടെ ഉണ്ടായിരുന്ന 2 ഇത്തന്മാരാണ് എന്നെ എണീക്കാൻ സഹായിച്ചത്. അപ്പം ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബും ചെയ്യുക. അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ഇറ്റ്സ് മീ ഷെയ്ഖ ഹലീമ സൈനിങ് ഓഫ്. ബൈ.